അപ്പൊ നമ്മളിപ്പോ എവിടെ എത്തിയേക്കണേ? ക്ലിഫിന്റെ സൈഡിൽ എത്തി. ചേച്ചി ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ലല്ല, പോയി നോക്കട്ടെ. ഞങ്ങള് 3 പേരും വന്നിട്ടുണ്ട്. ചേട്ടനും ഞാനും കൂടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു കുതിരയുടെ ഫാം ഈ കാണുന്നത്. ഇവിടെ പണ്ട് കുറെ കുതിരകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ഒരു ഹോം ഉണ്ട്. ഇവിടെ ഞങ്ങൾ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അനുവും വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അവിടെ? അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ ഒരു ക്ലിഫ് ഉണ്ട്. ആ ഒരു ക്ലിഫ് കാണിച്ചായിരുന്നു നിങ്ങളെ. അടിപൊളിയാണ്. ഇവിടത്തെ പോകുന്ന വഴി കണ്ടോ? ഭയങ്കര രസമില്ലേ? ഇതേപോലെ നമ്മുടെ പണ്ടത്തെ സിനിമകളിലൊക്കെ ഞാൻ സ്ഥിരം പറയാറുള്ള പോലത്തെ ഡയലോഗാണ്. ഇതേപോലെ നമുക്ക് 2 സൈഡിലും ഇങ്ങനെ കുഞ്ഞു മരങ്ങളൊക്കെ ആയിട്ട് നടുക്കൊരു കുഞ്ഞു വഴി മാത്രം. അപ്പോൾ ഇതിൻ്റെ അങ്ങ് അറ്റത്ത് നിന്ന് കഴിയുമ്പോഴുള്ള ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു രക്ഷയില്ല. ഇതെന്തോ താഴെ വീണു? ഇല്ല, ക്ലിയറായിരുന്നു. അതേ വേണം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അറ്റത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും ഒരു ട്രെയിലും പരിപാടിയൊക്കെയാണ്. നമുക്ക് നടക്കാനൊക്കെ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് നടന്നു പോയി കഴിഞ്ഞാൽ രസമാണ്. അതെ, നമ്മളിത് ഈ ഒരു ഇതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു കോസ്റ്റ് പാത്താണ്, കണ്ടില്ലേ? ഇങ്ങോട്ടേക്കും വഴിയുണ്ട്. ഈ ഒരു കോസ്റ്റ് പാത്തിലൂടെയൊക്കെ നമുക്ക് നടന്നൊക്കെ പോവാം. പിന്നെ ഇത് ശരിക്കും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റാണ്. ഇത് കണ്ടോ? ഇത് മൊത്തം ഈ കാരവാൻ സ്റ്റേയും പരിപാടിയൊക്കെയാണ്. നമുക്കിവിടെ വന്ന് സ്റ്റേയും പരിപാടിയൊക്കെ ചെയ്യും. ഒരുപാട് കോട്ടേജസും പരിപാടീസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴാണ് ഉണ്ടല്ലോ അങ്ങ് അറ്റത്തൊക്കെ ശരിക്കും ഒരുപാട് കോട്ടേജസ് ഉണ്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കടലിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അടിപൊളി വ്യൂ അല്ലേ? മലയും കടലൊക്കെ ആയിട്ട് ഭയങ്കര ഫുള്ളി ഒരു ബ്ലൂയിഷ് മയം. ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് സീകളൊക്കെ ഇരിക്കുന്നത്. മൊത്തം ആ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം സീകളും പരിപാടിയൊക്കെ കാണാം. നമുക്ക് താഴത്തേക്കൊക്കെ നടന്നു ചെല്ലാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ ആൾക്കാർ നടക്കുന്നുണ്ട്, പക്ഷെ അത് കുറേ നടക്കണമെന്ന് തോന്നുന്നു. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ ഉണ്ടല്ലേ? നമുക്കുണ്ടല്ലോ ആ ഒരു പോയിന്റ് തൊട്ടിട്ട് നേരെ കറങ്ങി ഇവിടം വരെ നമുക്ക് ഈ ഒരു സ്റ്റേയും പരിപാടിയൊക്കെയാണ്. ഒരു ദിവസം നമുക്ക് വന്നാലേ അടിപൊളിയായിരിക്കും അല്ലേ? അവിടെ എന്തോ പബ്ബും പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് കുറച്ചു നേരം നടന്നിട്ട് വരാം. നിങ്ങളന്ന് ഇവിടെ എന്തോ സ്റ്റക്കായേ? ഈ ഒരു ഫ്രെയിം കണ്ടില്ലേ? ഇതേ നോക്കിയേ, ഇവിടെ ഒരു അടിപൊളി ഫ്രെയിം പോലെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഫ്രെയിമിലേക്ക് വരുമ്പോൾ നമ്മുടെ ബീച്ച്. എന്നാ കളറാന്ന് നോക്കിയേ. ഇവിടെ പാറയൊക്കെ നമുക്ക് തെളിഞ്ഞു നിൽക്കണ കാണാൻ പറ്റും. അവിടെ ആരൊക്കെയോ ആൾക്കാരൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്? എന്താ അത് ഇത്തിരി അഹങ്കാരമല്ലേ? ശരിയല്ലേ? മീനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ക്ലിയർ ആയിട്ട് കാണായിരുന്നു. ഇവിടെ പോയി കഴിഞ്ഞാൽ നേരെ ഇവിടെ ഈ ഒരു സൈഡിൽ കിടക്കാം. കൊള്ളാം, അടിപൊളി ബീച്ച്. ഏതാണ് ആ തീരം? തീരം തേടും തിരയുടെ പാട്ടിൽ അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മളാണെങ്കിൽ ഇവിടുന്ന് യാത്ര തുടങ്ങി. ഈ ഒരു വഴി കൊള്ളാം അല്ലേ? ഓരോരുത്തർ ഇങ്ങനെ ലൈൻ പണ്ടത്തെ ബസ് പോകുന്ന പോലെ, ബസ്സിൽ നിൽക്കുന്ന പോലെ ക്യൂ അടിച്ച് പോകാൻ പറ്റും. സൂര്യനാണെങ്കിൽ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അത് കാരണം നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് കിട്ടിയത് കാരണം നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. അതെ, നല്ല ചൂടുണ്ട് ഇപ്പൊ കേട്ടോ. പിന്നെ നമുക്ക് താഴത്തേക്ക് ചെല്ലാൻ പറ്റുമോ നോക്കട്ടെ. ചെല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് നടപ്പിന് ശേഷം ഞങ്ങളിവിടെ ഒരു സ്റ്റെപ്പ് കണ്ട്. താഴത്തേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അയ്യോ, അടുത്തല്ലേ? നല്ലൊരു അടിപൊളി ആർച്ച് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ പോകുന്നത്. പൂവൊക്കെ പൂത്ത് നിൽക്കുക നോക്കിയേ. ഞങ്ങളാണെങ്കിൽ പറ്റിക്കപ്പെട്ടു. ഇത് ഒരുപാട് നടക്കാനുണ്ട്. അവിടെ അങ്ങ് ദൂരെ വരെയൊക്കെ എന്താ പറയണ വഴി കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇനി നടന്ന താഴത്ത് പോണോ? അനുവേ, താഴത്ത് പോണോ ഇനി? നമ്മൾ ഈ മേളിൽ നിന്നുള്ള കിട്ടുന്ന വ്യൂ നമുക്ക് താഴെ ചെന്നാൽ കിട്ടില്ലെന്ന് നമ്മൾ അറിഞ്ഞു. നമ്മൾ ഓർത്ത് ഫൈൻ, ഇവിടുന്ന് തന്നെ കണ്ടിട്ട് നമുക്ക് അല്ലാതെ നടക്കാൻ മടിയുള്ളതുകൊണ്ടല്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്നിട്ട് വ്യൂ കാണാന്ന് വിചാരിച്ചിട്ട്. അതെ, ഇവിടെ നമ്മളൊരു പോയിന്റിൽ എത്തിയിട്ടുണ്ടല്ലേ അനുമോൾ? ഇവിടെ നിന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അടിപൊളി, നമ്മൾ അവിടെ നിന്ന് കണ്ടതിനെക്കാളും അടിപൊളി ഒരു വ്യൂ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അവിടെ കൂടുതൽ മീനുണ്ടാവും അല്ലേ? മേ ബി കുളിക്കുമായിരിക്കും അവര് ചിലപ്പം. ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളതല്ല ഇതൊക്കെ പറഞ്ഞത്. നിനക്ക് പിന്നെ എന്താ അറിയാവുന്നേ? എനിക്ക് പറ. അവിടെ എന്തോ പൊങ്ങി അത് ഇല്ല വെള്ളത്തിൽ. നിനക്ക് പറ. നിനക്ക് എനിക്ക് മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. എന്തൊക്കെ ചെയ്യാൻ പറ്റും പറ. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്റ്റേയും പരിപാടിയൊക്കെ നമുക്ക് ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റും. ഫുള്ള് ഇങ്ങനെ അടുത്തടുത്ത് കണ്ടില്ലേ? കുറെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഭയങ്കര രസമുണ്ട്. അത് അവിടെ ഇവിടുന്ന് ആ ഒരു വ്യൂ നോക്കുമ്പോൾ ടോട്ടൽ ഇത് ഈ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പാൻ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നത്. അടിപൊളിയല്ലേ? ഇതേപോലെ ഒരുപാട് സ്റ്റേക്കേഷൻസും പരിപാടിയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട്, എല്ലാം പാർക്കിംഗ് എല്ലാം ഉണ്ട്. ഇതിന്റെയൊക്കെ അടിയിൽ നമുക്ക് നോക്കി കഴിഞ്ഞാല് വീല് കാണാൻ പറ്റും. കണ്ടോ വീല്? കണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടൊക്കെ പോയി ഓരോ സ്ഥലത്തും സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാരവാനാണ്. ഇവിടെ നമുക്കുണ്ടല്ലോ എവിടെ പോയാലും ഇതേപോലത്തെ ബെഞ്ചസ് കാണാം. എന്നിട്ട് അതിന്റെ അടുത്ത് തന്നെ കുറെ ഫ്ലവേഴ്സും കാണാം. കാര്യം എന്താണെന്നറിയോ? ഓരോ മെമ്മറി, മരിച്ചവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഓരോ സ്ഥലത്ത്. 2023 മരിച്ച 1968 മുതൽ ഷാരോൺ എലിസബത്ത് ഫോർഡ്. അപ്പോൾ ഫോർഡിന്റെ മുതലാളിയാണോ?
അങ്ങനെ ഞങ്ങൾ അവിടുത്തെ സർക്കിട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വണ്ടിയുടെ അവിടെ എത്തിയല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു കാഴ്ച? അടിപൊളിയല്ലേ? ചേച്ചി പറ, ചേച്ചിയാണ് കാണാത്തത്. ഇഷ്ടപ്പെട്ടില്ലേ? നല്ല വ്യൂ അല്ലായിരുന്നോ? അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഐസ്ക്രീം കഴിക്കാൻ. അതെ, ഇവർക്ക് ഐസ്ക്രീം കഴിക്കണം എന്നല്ലേ. ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നമ്മളിവിടെ അതെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നേരെ പോയിട്ട് ഐസ്ക്രീം കടയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങാം അല്ലേ. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ ഒരു ഹാർബറിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓൾഡ് മാർക്കറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു പബ്ബും പരിപാടിയൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഗോൾഡൻ ഹിൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ഷിപ്പ്. പണ്ട് കാലത്തുള്ള ഒരു ഷിപ്പാണ് ഈ കാണുന്നത്. പണ്ടത്തെ പൈറേറ്റ്സിൻ്റെ ഒരു ഷിപ്പാണിത്. ഇതിനകത്തേക്ക് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മ്യൂസിയമാണിത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കയറി നമുക്ക് കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പറ്റും. ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. ഷിപ്പിൻ്റെ പഴയ കാലത്തെ ഷിപ്പ് എങ്ങനെയാണ് എന്നൊക്കെ കാണുന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ കയറി കാണാൻ പറ്റും. ഓഡിയോ ഗൈഡൻസും എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് അവർ ഹെഡ്സെറ്റും കാര്യങ്ങളെല്ലാം തരും. ഈ ഒരു ബ്രിഡ്ജ് ഇട്ടിട്ടുണ്ട്, അതിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെ ഗേറ്റൊക്കെ ഇട്ടിട്ട് അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. പൈറേറ്റ്സിൻ്റെ കൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാറി പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് പൊക്കത്തെ ആ ഇതൊക്കെ കണ്ടത് നമുക്ക് കയറി നിൽക്കാനൊക്കെ. അവിടെ ഒരു പൈററ്റ് തൂങ്ങി കിടപ്പുണ്ട്. ഇവിടെ ആണെങ്കിൽ അവരൊരു ഡൊണേഷൻ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് പെന്നീസ് ഒക്കെ വേണമെങ്കിൽ കൊണ്ടുവന്നിടാം. ഈ ഒരു ഹാർബറിലുണ്ടല്ലോ നമുക്ക് വന്നിട്ട് മറ്റേ ക്രാബിങ്ങും പരിപാടിയൊക്കെ ചെയ്യാം. നമുക്ക് ഞണ്ടിനെയൊക്കെ പിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഞണ്ടിനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ തന്നെ തിരിച്ച് ഇടുകയൊക്കെ വേണം. ഇവിടുത്തെ പിന്നെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഇത്. കണ്ടില്ലേ, തീപ്പെട്ടിക്കൂട് പോലെ ഇങ്ങനെ അടുക്കി വെച്ചേക്കാം വീടുകൾ. ചേച്ചി പണ്ട് ഇവിടെ എവിടെയോ താമസിച്ചെന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു അല്ലേ? അവിടെ ആ ഒരു ബിൽഡിങ്ങിന് വരുന്ന ചേച്ചി പണ്ട് താമസിച്ചിട്ടുണ്ട് വന്ന സമയത്തല്ലേ. കുറേ ബോട്ടുകളും ഇതൊക്കെ ഉണ്ട്. നമ്മൾ പണ്ട് ഇവിടെ വന്നിട്ട് ഒരു ബോട്ടിൽ കയറിയിട്ടില്ലേ, ഇതേപോലത്തെ വലിയൊരു ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഹാർബറിന്റെ ഉള്ളിൽ കയറിയായിരുന്നു അല്ലേ. ചേട്ടൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അന്ന് കയറായിരുന്നു. നമ്മൾ അന്ന് വന്നിട്ട് നമുക്ക് മീനൊക്കെ തന്നില്ലേ പുള്ളി. നമ്മൾ അതിന്റെ ഷിപ്പിന്റെ അടിയിലേക്ക് ഇങ്ങനെ നമുക്ക് കയറിയൊക്കെ പോകാൻ പറ്റും. ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറി അതിന്റെ അകത്ത് കയറി ഞങ്ങൾ ഫിഷൊക്കെ എടുത്തുകൊണ്ട് വന്നത്. ഈ കാണുന്ന ഇവിടുത്തെ ഒരു ബസ്സാണ്. ഇവിടുത്തെ നോർമൽ ബസ്സാണ്, നമ്മുടെ ഡബിൾ ഡെക്കർ ഒന്നും അല്ല. കണ്ട ഇങ്ങനത്തെ ഒരു മോഡലാണ് ഇവിടെ ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ ഐസ്ക്രീമിന്റെ സ്പെല്ലിംഗ് അവർക്ക് അറിഞ്ഞൂടെ? ഐസ്ക്രീം കഴിക്കാം നമുക്ക്. എന്താ ഐസ്ക്രീമാ? ചോക്കോ ചിപ്സ് ഉണ്ട്. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി വേറൊരു റൂട്ട് കയറി വന്നാൽ ഞങ്ങൾ ഈ ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്കുണ്ടല്ലോ സ്റ്റീം ട്രെയിനും പരിപാടിയൊക്കെ ഉണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ബ്രിഡ്ജ് അവർ പണിത് വെച്ചേക്കാം. പണ്ടത്തെ കാലത്ത് പണിത ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. എന്ത് ഹൈറ്റാന്ന് എനിക്ക് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവണമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട് ഈ സംഭവത്തിന്. സ്കോട്ട്ലാൻഡിൽ നമുക്കൊരു ഇതില്ലേ ഹാരി പോട്ടറിൻ്റെ അതേപോലത്തെ ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ പക്കത്തോടെ ആ ഒരു സ്റ്റീം ട്രെയിനും കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ സീനൊന്ന് ആലോചിക്കുക, അടിപൊളിയായിരിക്കത്തില്ല. പുകയൊക്കെ വിട്ട് പണ്ടത്തെ കാലത്ത് ഒരു പോസ്റ്റ് ഓഫീസാണിത്. കല്ലുകൊണ്ട് വെട്ടിയൊരു സാധനം. ഇതിൻ്റെ അകത്ത് ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇവിടെ 9 AM to 7 AM ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ അവിടെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോഴും വർക്കിംഗ്. ആൾക്കാർ വന്ന് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ലെറ്ററൊക്കെ. ഇവിടെ ഒരു അടിപൊളി ബീച്ചിലേക്ക് വന്നേ കണ്ടില്ലേ. അവിടെ നിന്നും മാറി നമ്മളിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുക. അപ്പം ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടേക്കുക. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു ബോട്ട് വെള്ളത്തിലേക്ക് ഇറക്കാൻ വേണ്ടി ഇങ്ങനെ അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അതേ കാറിൽ ട്രെയിലർ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് അവരെങ്ങനെ ഇറക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു വീട് കണ്ടോ, എന്നാ രസമാണെന്ന് നോക്കിയേ. അതിന്റെ ആ മറ്റേ മേളത്തെ സംഭവം കണ്ടോ, അടിപൊളി വരും. ഒരു പഴയ ഒരു എന്താ പറയുക ഒരു ഓൾഡ് ഹെറിറ്റേജ് പോലെയൊക്കെ സംഭവം കാണാൻ പറ്റും. അതെന്തോ മറ്റേ പുല്ലാന്ന് തോന്നുന്നു അല്ലേ, എന്തോ പരിപാടിയൊക്കെ വെച്ചിട്ട് നല്ല അങ്ങനെ ഒരുപാട് കുറേ ഇങ്ങനെ പൂക്കളും ചെടികളൊക്കെ ആയിട്ട് ഒരു അടിപൊളി വ്യൂ. ഇത് പ്രൈവറ്റ് വീടാണിത്. ഇവരാണെങ്കിൽ ബോട്ട് വെള്ളത്തിൽ ഇറക്കി. ഞങ്ങളൊന്ന് അങ്ങോട്ടേക്ക് പോയ സമയത്ത് അവരിറക്കി. അത് കാരണം അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ അവരവിടെ ആ ട്രെയിലറിൽ നിന്ന് ആ സംഭവം അയച്ചുകൊണ്ടിരിക്കുക ബോട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ എവിടെ എത്തി? വീട്ടിലെത്തി. നമ്മളെ ക്ഷീണിച്ചോ? നീ വയ്യാണ്ടായല്ലോ. അടുത്താ ഇനി കറങ്ങാനൊന്നും പോണ്ടേ? ഡ്യൂട്ടി ഉണ്ടല്ലേ നാളെ? ചേച്ചിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട്. ചേച്ചി നാളെ ചേച്ചിക്കും ഉണ്ട്, ചേട്ടനും ഉണ്ട്, അനുവിനും ഉണ്ട്, എനിക്കും ഉണ്ട്. എല്ലാവർക്കും നാളെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 8-9 മണിയായി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കിടന്നുറങ്ങണം. നാളെ എണീറ്റ് ഡ്യൂട്ടിക്ക് വേണം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെന്താ പുതിയൊരു സംഭവം ശരിക്കും